ഈശോനും പ്രത്യാശയൊക്കെ അറിയിക്കാനുള്ള സമയം നമുക്ക് വെച്ചുണ്ട്. ഇപ്പോൾ പ്രാർത്ഥിച്ച് തുടർന്നുള്ള സൂക്ഷിത ഞങ്ങൾക്ക് ഈ രാവിലെ സമയം കർത്താവെ, ഞങ്ങൾ പ്രിയ ബേബിച്ച എന്റെ ഡെഡ് ബോഡി സംസ്കരിക്കുന്ന ഇന്നേ സമയത്ത് ഈ ഭവനത്തിലായിരിക്കാൻ ഇടയാക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വാത്സല്യ പിതാവിനെ താൻ പ്രിയം വെച്ച ദൈവം തന്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തുവല്ലോ. ഇപ്പങ്ങളുടെ പർദീസയിൽ വിശ്രമിക്കുന്ന നിന്റെ മകന്റെ ആത്മാവ്, നിന്റെ മകന്റെ ജീവൻ കർത്താവിൽ മറഞ്ഞു. എന്നാൽ ഭൗതിക ശരീരത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കുന്നല്ലോ. ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലൊരു ദിവസമുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഞങ്ങൾ സ്നേഹിച്ചവരും ഞങ്ങളെ സ്നേഹിച്ചവരുമായ പലരെയും യാത്രയച്ചപ്പോൾ അതിന്റെ ദുഃഖം ഞങ്ങൾക്കുണ്ട്. എങ്കിലും ദുഃഖത്തിന് മീതെ ഞങ്ങൾക്ക് പ്രത്യാശയുള്ളതോ സുസ്തോത്രം. കർത്താവിന്റെ ശ്രേഷ്ഠമൃത്യം ദീർഘവർഷങ്ങൾ ദൈവത്തെ ആരാധിച്ചും അങ്ങേ മാനിച്ചും ജീവിച്ചും നിത്യജീവന്റെ പദവി വിശ്വാസത്താൽ പ്രാപിച്ച് കർത്താവെ മരുഭൂമിയിലായിരുന്ന നാളുകളും നാട്ടിലുണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയും അനുഗ്രഹീതമായ ക്രിസ്ത്യജീവിതം തലമുറയ്ക്കും സഭയ്ക്കും കാഴ്ചവെച്ച് നിന്റെ പ്രിയ മകൻ ഞങ്ങളോട് യാത്ര പറഞ്ഞു. എന്നാൽ അനധിവിദൂര ഭാവിയിൽ ഈ ആസന്ന നാളുകളിൽ തന്നെ കർത്താവിന്റെ കാരണം ധരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിന്റെ ദാസന്റെ മുഖം ദർശിക്കാമല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. വാത്സല്യ അമ്മച്ചയെ ദൈവം ആശ്വസിപ്പിക്കുകയും നിന്റെ മകളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. രോഗമുള്ള ശരീരമാണ്, വേണ്ട കൽപ്പും ബലവും നിന്റെ മകൾക്ക് കൊടുത്ത് കാത്തുകൊള്ളണം. പ്രിയ ഹല്ലേലൂയ ഫിലിപ്പാസ്രെയും പൊന്നമാമയെയും അവരുടെ കുഞ്ഞുങ്ങളെയും ദൈവത്തിന്റെ കരത്തിൽ ഞങ്ങൾ തരുന്നു. അവരുടെ പിതാവ് ദൈവസന്നിധിയിലുണ്ടെന്നുള്ള പ്രത്യാശത്തിന്റെ മക്കൾക്കുണ്ട്. അല്പതാമസിച്ചാലും ഞങ്ങൾക്ക് ഇതുപോലൊരു പ്രത്യാശ ദിനമുള്ളതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ഭവനത്തിലെ ശുശ്രൂഷയും തുടർന്ന് സഭാകളിൽ നടക്കുന്ന ശുശ്രൂഷയും ഒടുവിലായി കർത്താവെ നിന്റെ ദാസന് സെമിത്തേരിയിൽ നൽകുന്നതായ കർത്താവെ ആ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ സ്നേഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് കടന്നു വരേണ്ടതുണ്ട്. അവരുടെ യാത്രയിലൊക്കെ ദൈവം സഹായിക്കണമേ. ദൈവമേ, ഈ സംസ്കാര ശുശ്രൂഷ ഒരു അടക്ക ആരാധനയായിരിക്കാൻ, ദുഃഖത്തിന് മീതെ പ്രത്യാശ ഉളവാക്കുന്ന ദിനമായിരിക്കാൻ കർത്താവ് സഹായിക്കണം. ശുശ്രൂഷയുടെ മുഴുവൻ മഹത്വവും തിരുമേനിക്ക് ദൈവാത്മാവ് നിയന്ത്രിച്ച് നടത്തണമേ. കർത്താവിന്റെ ദാസന്മാർ അനുഗ്രഹിത തിരുവചനം സംസാരിക്കുന്നത് ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവർ കേൾക്കുന്നുവെങ്കിൽ അവർക്ക് നിത്യജീവന്റെ പ്രത്യാശ ഉളവാക്കുന്ന ആ ദിനമായിരിക്കാൻ കർത്താവ് സഹായിക്കണം. തുടർന്നുള്ള ശുശ്രൂഷയെ ക്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണം. ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ ഫോട്ടോ എടുക്കാൻ ഉള്ള സമയമാണ്. അതിനുശേഷം നമുക്ക് ദൈവദിനം കേൾക്കുകയും ചെയ്യാം. ഫോട്ടോ മാറല്ലേ അടുത്ത് നോക്കാം. മാറല്ലേ എടുത്തിട്ടില്ല. വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. തിരിച്ചിടാൻ പറഞ്ഞു മാറല്ലേ കഴിഞ്ഞിട്ടില്ല. ഇത്രയും പേര് മാറിക്കും. മാറല്ലേ എടുത്തില്ല, എടുത്തോണ്ടേ ഇരിക്കുന്നു. മാറല്ലേ ചേട്ടായി കയ്യുന്നു. ഓക്കെ ഇത്രയും മാറില്ലേ മാറില്ലേ എടുത്തോണ്ടിരിക്കുന്നു. മാറില്ലേ എടുത്തില്ല, എടുക്കുന്നേ ഉള്ളൂ. മാറില്ലേ മാറല്ലേ മാറല്ലേ
ഓക്കെ. ഓക്കെ, മാറിക്കോ. മാറല്ലേ. ഓക്കെ, മാറിക്കോ. കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള നിലകളിൽ താൻ തന്റെ കുടുംബവും എൻ്റെ മക്കളും കൊച്ചുമക്കളും ആയിരിക്കാൻ തക്കവണ്ണം ദൈവം അവിടുന്ന് സഹായിച്ചു. തന്നെ അതിനായിട്ട് ഒരുക്കി ആ സാഹചര്യങ്ങളുടെ മുൻപിൽ ഈ ലോകത്തിലെ ഓട്ടം തികച്ചു താൻ പ്രിയം വെച്ച നാട്ടിൽ കർത്താവിന്റെ സന്നിധിയിൽ താൻ വിശ്രമിക്കും. എന്നാൽ മരണമെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വേദനാജനകമായിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് വിട്ടുപിരിയുന്നത് നമുക്കൊരിക്കലും സഹിക്കുവാനാവുന്ന കാര്യമാണ്. എന്നാൽ ദൈവമക്കളെ അവിടുത്തോളം അതിനപ്പുറത്തൊരു പ്രത്യാശയുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവിനോടുകൂടെ നാം ഒരുമിച്ച് ആയിരിക്കും എന്നുള്ളതായ അയേറിയ പ്രത്യാശ ദൈവം നൽകിയിരിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് അതിനുള്ള സാവകാശമൊരുക്കി ആ സാഹചര്യങ്ങൾ ദൈവം നൽകി അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയപ്പെട്ട തങ്കമാമ വെള്ളിക്കുളത്ത് വന്ന സമയം മുതൽ തന്റെ പ്രിയ മകൾ പൊന്നമ്മയുമായിട്ട് അവിടെ എത്തിയ സമയത്ത്
ഞാൻ ആ സഭയുടെ ശുശ്രൂഷകനായി. ഈ പ്രിയപ്പെട്ടവർ അവിടെയുള്ള സഭയോട് കാണിച്ച സേവനം ഒരിക്കലും ഞങ്ങൾക്ക് മറക്കുവാൻ ആവുന്നതാണ്. അതുപോലെ തന്നെ പ്രിയ ബേബിച്ചായനും കടന്നു വരുന്ന ആ സന്ദർഭങ്ങളിലൊക്കെ ആത്മാർത്ഥമായിട്ട് ആ സഭയുമായിട്ട് സ്നേഹത്തിലും സന്തോഷത്തിലും സഹകരണത്തിലുമായിരിക്കാനിടയായിട്ട് ആ സമയമാണ് കർത്താവിൻ ദാസൻ ഫീൽഡ് പാസ്റ്ററുമായിട്ട് പ്രിയ ബന്ധവ സഹോദരിയോട് വിവാഹം നടത്തുവാനിടയായി. അന്നു മുതൽ ഇന്നയോളം ദൈവസന്നിധിയിലുള്ള ദൈവസ്നേഹത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചു. അവിടുത്തെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കും. അവിടുന്ന് സാഹചര്യങ്ങൾ മാറി കുമ്പനാട്ട് വന്നു. വേറെ ഒരു ഈ ഇപ്പോൾ പാർക്കുന്നിടത്തേക്ക് മാറി. ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ പ്രിയപ്പെട്ടവർ പാർത്തു. എങ്കിലും ദൈവസ്നേഹത്തിൽ ആ സ്നേഹം നിലനിർത്തുവാൻ ഇടയായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. പൗലോസിന്റെ ഭാഷയിൽ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ അതിപ്രകാരമായിരിക്കും: താൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ. കർത്താവിന്റെ സന്നിധിയിൽ പ്രിയപ്പെട്ട തന്റെ സഹധർമ്മിണി, അതുപോലെ തന്നെ തന്റെ മകൾ, കുടുംബം, അതുപോലെ അവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ എല്ലാവരും ദൈവത്തിലുള്ള പ്രത്യാശയിൽ ധൈര്യപ്പെട്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട പിതാവിന്റെ മൃതശരീരം ഈ ഭൂമിയിൽ മണ്ണിലേക്ക് ഏൽപ്പിക്കപ്പെട്ട് വിട പറയും. എന്നാൽ ഒരു പൊൻപുലരി നമുക്കുണ്ട്, ഒരു വലിയ പ്രത്യാശ നമുക്കുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പ്രത്യാശയോടെ നോക്കി പാർക്കുന്ന തന്റെ വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ പ്രത്യാശയ്ക്ക് വേണ്ടി നാം നോക്കി പാർക്കുന്നു, ജീവനോട് ശേഷിക്കുന്ന നാം ആയതുകൊണ്ട് ആ സാഹചര്യങ്ങളുടെ മുൻപിൽ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ എന്ത് വാക്ക് പറഞ്ഞാലും അത് ശരിയാകുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഒരു കാര്യം ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിച്ച് ധൈര്യപ്പെട്ട് പ്രത്യാശയോട് നോക്കി പാർക്കുവാൻ സർവശക്തനായ ദൈവം പ്രിയപ്പെട്ട കർത്തദാസന കുടുംബം, അതുപോലെ തന്നെ പ്രിയപ്പെട്ട തന്റെ ഭാര്യ, സഹോദരി, തങ്കമാണ്, കുഞ്ഞുങ്ങൾ, കുടുംബം എല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഉപരിയായിട്ട് എന്റെ കുടുംബത്തിന്റെയും ഞാൻ പ്രദാനം ചെയ്യുന്ന പുത്തന സഭയുടെയും എല്ലാവിധമായ പ്രാർത്ഥനയും സ്നേഹവന്ദനവും പ്രിയപ്പെട്ടവർക്ക് അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമാധാനപ്പെടുത്തട്ടെ. തുടർന്നുള്ള ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി ദൈവിക സാന്നിധ്യത്താലും പരിശുദ്ധാത്മാവിന്റെ കൃപയാലും ചില ജീവിതങ്ങൾ നിത്യതയ്ക്ക് ഒരുക്കപ്പെടുന്നതും അവരുടെ ഹൃദയത്തെ പരിശോധന നടത്തുന്നതുമായ അനുഭവത്തിനായിട്ട് സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രകൃതിയെല്ലാം അനുകൂലമാക്കി തരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും ഞാൻ ദൈവസന്നിധിന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ സമയം അനുവദിച്ച ദൈവമക്കളോട് നന്ദി പറയുന്നു. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിന് ശേഷം ഈ മൃതശരീരം നമ്മുടെ സഭാ ഹാളിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് തുടങ്ങിയാണ്. ആയതുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അങ്ങ് തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ സമയത്ത് അങ്ങേ സ്തുതിക്കുന്നു. നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപ് നീ അനാദിയായും ശാശ്വതവാനായും ഞങ്ങളുടെ ദൈവമായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ അവസരത്തിൽ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂടെ ഞങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രിയ പാപ്പനെ നിന്റെ അടുക്കൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് നിത്യവിശ്രമത്തിനു വേണ്ടി വിളിച്ചു ചേർക്കുവാൻ നിനക്ക് തിരുവുള്ളമുണ്ടായതുകൊണ്ട് നിനക്ക് നന്ദിയോടെ സ്തോത്രം.
ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങയുടെ ദാസൻ നിന്നെ പ്രസാദിപ്പിച്ചു, നിന്നോട് കൂടെ നടന്നു. കൊടുത്തിരുന്ന ആയുഷ്കാലം മുഴുവൻ നിന്റെ മഹത്വത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നീ കൃപ നൽകി. നിന്റെ സമയമായപ്പോൾ നിന്റെ അരികിലേക്ക് നീ വിളിച്ച് ചേർത്ത നിന്റെ കൃപകളെയോ വിശ്വസ്തതയോ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവേ, കുറെ കാലം കൂടെ പാപം ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. എന്നാൽ നിന്റെ ഇഷ്ടമിതായിരുന്നു. അതോർത്ത് നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വേർപാടിന്റെ ദുഃഖം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിലും അതിന്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു വലിയ പ്രത്യാശയുള്ളതോർത്ത് നന്ദിയോട് സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രിയ ഉപ്പാപ്പിന് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങളുടെ ഉള്ളത്തിൽ തന്നിരിക്കുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. തലമുറകളായി ഞങ്ങൾക്ക് നീ ആ നിറഞ്ഞ പ്രത്യാശ തന്നല്ലോ കർത്താവേ. നിന്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുമിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിയെ നീ ബലപ്പെടുത്തണമേ. നിന്റെ വചനത്താൽ നിന്റെ ദാസിയെ ഉറപ്പിക്കുകയും നീ ശക്തീകരിക്കുകയും നിന്റെ ആത്മാവിന്റെ ആശ്വാസം നൽകി നീ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പിച്ചാനെ പൊന്നമാമയും സിനുകുട്ടനെയും ശിശുകുട്ടനെയും ശിശുമോളെയും അവരുടെ പ്രിയപ്പെട്ട കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ബന്ധുമിത്രാദികളെയെല്ലാം ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും തിരുമേനി ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ആ വലിയ പ്രത്യാശ, ആ ദൈവസ്നേഹം തന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവേ, ആ പ്രത്യാശയിൽ ജീവിതത്തിന്റെ അവസാനം വരെ ജീവിക്കുവാൻ എല്ലാവർക്കും നിന്റെ കൃപ തരണമേ. ഈ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഈ ഭവനത്തിൽ വരുന്ന ദൈവദാസന്മാർക്കായി, ഇന്ന് പകൽക്കാലം ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർക്കായിട്ടെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ആ ഹോളിലേക്ക് കൊണ്ടുപോവുകയാണ്. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. വീഴാതെ കൊണ്ട് നമ്മെ സൂക്ഷിക്കുന്ന കളങ്കമില്ലാത്തവരായാലും ശക്തനായ സർവശക്തനായ ആ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യവും എന്റെ മക്കളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും വിശേഷ ദുഃഖത്തിലായിരിക്കുന്ന ഈ കുടുംബത്തോടും തുടർന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളും അവിടുത്തെ അനുഗ്രഹവും സമാധാനവും ഇപ്പോൾ സമയമൃതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമൃതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സോദേശം കാൺമറിനായി ബന്ധപ്പെട്ടോടിടുന്നു. എൻ സോദേശം കാൺമറിനായി ബന്ധപ്പെട്ടോടിടുന്നു. ആകയാൽ പാനേരം മാത്രം കൈ മാറ്റി കഴിഞ്ഞാൽ ീ
കഷ്ടമേറ്റ